ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബീർ ബഹൂട്ടി എന്ന ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസിലെ ആദ്യത്തെ ചാപ്റ്റർ. ബീർ ബഹൂട്ടി എന്നാൽ എന്താ അർത്ഥം? ഇന്ദ്രഗോപു എന്ന് മലയാളത്തിൽ പറയും. ലേഡി ബഗ് അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ബാദൽ ബഹൂത് ബരസ് ലിയേ ഥേ, അതായത് എന്താ? അതായത് മഴ, വളരെയധികം മഴ പെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. അതായത് ഈ കാർമേഘങ്ങൾ ഒരുപാട് പെയ്തിറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാ അർത്ഥം. ഫിർ ബി ബഹുത് സാരാ പാനി ഉന്മേ ബച്ചാ ഹുവാ താ, എന്നിട്ടും വളരെയധികം വെള്ളം അവയിൽ അവശേഷിച്ചിരിക്കുന്നു. അതായത് ഇനിയും ബാക്കി കുറേ പെയ്യാനുണ്ട്. വേ ഖേത്തോം ജംഗലോം കെ ഊപ്പർ ചായേ ഹുയേത്തെ. ഖേത്തോ എന്ന് പറഞ്ഞാൽ വയലാണ്. അപ്പോൾ അതെവിടെയൊക്കെയാണ് വ്യാപിച്ച് കിടക്കുന്നത്? അപ്പോൾ വയലുകളിൽ, കാടുകൾക്ക് മുകളിൽ എല്ലാം വ്യാപിച്ചിരിക്കുകയാണ് ഈ കാർമേഘങ്ങൾ. സാര ആകാശ് മേഘോം സെ ഭരാത്ത, അപ്പോൾ ആകാശം മുഴുവൻ എന്താ? മേഘാവൃതമായിരിക്കുക, മേഘങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ബാദൽ ബഹുത് ബരസ് ലിയേ ഥേ ഫിർ ബി ബഹുത് സാരാ പാനി ഉന്മേ ബച്ചാ ഹുവാ താ വേ ഖേത്തോം ജംഗലോം കെ ഊപ്പർ ഛായേ ഹുയേ ഥേ സാര ആകാശ് മേഘോം സെ ഭരാ था. മേഘോം കി ഛായാവോ മേം ഗീലി ഹവായും ഇതർ ഉദർ ധൂം രഹേ തി. അതായത് ഛായ എന്ന് വെച്ചാൽ നിഴലാണ്. അപ്പം മേഘങ്ങളുടെ നിഴലുകളിൽ എന്താണ്? തണുത്ത കാറ്റ് അങ്ങും ഇങ്ങും ചുറ്റിയടിച്ച് നടക്കുന്നു എന്നാണ് പറയുന്നത്. മേഘോം കി ഛായാവോ മേം ഗീലി ഹവായും ഇതർ ഉദർ ധൂം രഹേ തി പേടോം കെ തനെ അബി ഗീലേ തെ. അതായത് മരങ്ങളുടെ തടിക്ക് ഇപ്പോഴും നല്ല നനവുണ്ട്, നല്ല മഴയായിരുന്നില്ലേ? മൂഗ്ഫലിയോം കെ ഹരേ ഖേത്തോ മേം പീലെ ഫൂൽ അബി ഭി ഗീലേ ഥേ. മൂഗ്ഫലിയോ എന്ന് വെച്ചാൽ നിലക്കടലയാണ്. അപ്പോൾ നിലക്കടലയുടെ ആ ഒരു പച്ച കളർ നിറഞ്ഞ വയലുകളിലെ അതിൻ്റെ പൂക്കളുണ്ട്, മഞ്ഞ കളറാണ്. പീലേന്ന് വെച്ചാൽ മഞ്ഞ കളറുള്ള പൂക്കളിൽ ഇപ്പോഴും ആ വെള്ളത്തിൻ്റെ ഈർപ്പമുണ്ട്, നനവുണ്ട്. ഖേത്തോ മേം ചോട്ടാ ചോട്ടാ ബാജ്ര ഊഗാത്ത. അപ്പോൾ ഈ വയലുകളിൽ എന്താ? ചെറിയ ചെറിയ ബാജ്രകളെല്ലാം ഇങ്ങനെ, ബാജ്ര എന്ന് വെച്ചാൽ ഒരു ധാന്യമാണ്, ചോളമാണ്, അതിങ്ങനെ മുളച്ചിരിക്കുകയാണ്. ബാജ്രയ്ക്ക് ലെമ്പേ പത്തലെ പാത്തോ മേം പാനിക്ക് ബൂന്തിയും ഉടുക്കി ഹുയിത്തി. അപ്പം ബാജ്രയുടെ ആ ഒരു നീണ്ട പത്തലെ എന്ന് വെച്ചാൽ മെലിഞ്ഞ കനം കുറഞ്ഞ ആ ഇലകളിൽ വെള്ളത്തുള്ളികൾ തിങ്ങി നിൽക്കുകയാണ്. ബാരിഷ് की हवा में गीले खेतों और बारिश की हरियाली की गेंद धूली हुई थी. അപ്പോൾ എന്താ? ഈ മഴക്കാറുകളിൽ കുതിർന്ന വയലുകളിൽ എന്താ? ഈ മഴ വന്ന് കുതിർന്ന വയലുകളിൽ മഴയാൽ പച്ച മണ്ണിൻ്റെ ഗന്ധം, അവിടെ മൊത്തം എന്താണ്? പുതുതായിട്ട് മഴ പെയ്യുമ്പോൾ ഒരു പച്ച മണ്ണിൻ്റെ മണം വരും. അങ്ങനെ ആ ഒരു മണം അവിടെ എല്ലാം അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഒന്നുകൂടെ വായിച്ചു തരാം. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर धूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें उड़की हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गेंद धुली हुई थी. उन्हें बीर बहूटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कब्जे से सड़े सन खेतों में बीर बहूटियाँ खोजा करते थे. सुर्ख मुलायम गदबदी बीर बहूटियाँ धरती पर चलती फिरती खून की प्यारी प्यारी बूंदें. उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टांगे होते थे. वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सड़क कर बीर बहूटियाँ खोजते थे. उन्हें देखने के लिए वे बारिश की गेंद भरी पूरी ज़मीन पर बैठ गया करते थे. बेला, देखो इस बीर बहूटिया का रंग तुम्हारा रिबन के जैसा लाल है, साहिल ने कहा. तुमने कुछ सुना बेला? हाँ सुना, पहली टंडी लग गई है, लेकिन मुझे पेन में स्याही भी भरवानी है दुकान से. അപ്പം ഇനി ഇതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം.
ഉൻഹേം ബീർ ബഹുട്ടിയോം സെ മിൽനാ ഹോത്താ താ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്, അവർക്ക് ഈ ലേഡി ബഗ്സിനെ കാണണമായിരുന്നു, അതായത് ഇന്ദ്രഗോപങ്ങളെ കാണണമായിരുന്നു. സോ വേ സ്കൂൾ കേലിയെ ഘർസെ കുച്ച് സമയ പഹലെ നികലാത്തേത്തെ. അപ്പോൾ എന്താ, അതുകൊണ്ട് അവരെന്ത് ചെയ്യും, സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് അല്പനേരം മുന്നേ ഇറങ്ങുമായിരുന്നു. സ്കൂളിൽ പോണതിന് കുറേ മുമ്പേ അവർ ഇറങ്ങുമായിരുന്നു. കബ്സെ സെ സഡേ ഇൻ ഖേത്തോമേം, കബ്സെ എന്ന് വെച്ചാൽ ചെറിയ ടൗണാണേ, അതിൻ്റെ സഡേ എന്ന് വെച്ചാൽ അതുമായിട്ട് ചേർന്ന്, നിയർ, അടുത്ത്. അപ്പോൾ കബ്സെ സെ സഡേ, അപ്പം ടൗണുമായിട്ട് ചേർന്ന്, ഇൻ ഖേത്തോമേം ഈ വയലുകളിൽ, ബീർ ബഹൂട്ടിയം ഖോജ കർത്തേത്തെ അവരെന്ത് ചെയ്യും, ഈ ലേഡി ബഗ്സിനെ, ഇന്ദ്രഗോപങ്ങളെ തിരയുമായിരുന്നു. സൂർക്ക് മുലായം ഗദ്ബതി ബീർ ബഹൂട്ടിയം. അപ്പോൾ എങ്ങനെയുള്ള ബീർ ബഹൂട്ടിയമാണ്? സൂർക്ക് എന്ന് വെച്ചാൽ നല്ല ചുമന്ന, മുലായം നല്ല സോഫ്റ്റായിട്ടുള്ള, ഗദ്ബതി നല്ല മിനുസമുള്ള ബീർ ബഹൂട്ടികളാണ്. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. അപ്പോൾ അതിനെങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ധർത്തി പർ, അതായത് നിലത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്, രക്തത്തിൻ്റെ പ്രിയപ്പെട്ട തുള്ളികളെ പോലെയാണ് അതിനെ ഉപമിച്ചിരിക്കുന്നത്. ഉൻകെ ബസ്തേ, അപ്പോൾ ഈ കുട്ടികളുടെ ബാഗ്, ബസ്തേ എന്ന് വെച്ചാൽ ബാഗാണേ, ഉൻകി പീഡ് പർ ലതേ ഹോത്തേത്തെ, അപ്പോൾ അവരുടെ ആ ഒരു ചുമലിൽ എന്താണ്, ചുമലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ബാഗ് തൂക്കിയിട്ടുണ്ടായിരുന്നു. കന്തോം പർ ഠങ്കേ ഹോത്തേത്തെ, അതായത് ആ ഷോൾഡറിലൂടെയാണ് ബാഗ് തൂങ്ങിക്കിടക്കുന്നത്. വേ ഏക ദൂസരേക്ക് ബഹൂത് നസ്ദീക് രേക്കർ, അതായത് അവർ പരസ്പരം വളരെ അടുത്തിരിക്കുകയാണ്. ബലിക് ഗഹന ഷാഹി, അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോരാ, ബിൽക്കുൽ സഡക്കർ, അത് തികച്ചും അടുത്ത് ചേർന്നിരുന്നാണ് ഈ ഇന്ദ്രഗോപങ്ങളെ തിരയുന്നത്. ബീർ ബഹൂട്ടിയം കോച്ച് थे. उन्हें देखने के लिए वे बारिश की गंध भरी भूरी ज़मीन पर बैठ गया करते थे. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട്, ഇവയെ കാണാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യണേ, ഈ മഴയുടെ മണമുള്ള ഈ തവിട്ട് നിറമുള്ള മണ്ണിൽ ഇരുന്നിട്ടാണ് അവർ ഇത് നോക്കുന്നത്. ബേല देखो इस बीर बहूटियम का रंग तुम्हारा रिबन के जैसा लाल है, സാഹിലിനെ കഹ. അപ്പം ഒരു കുട്ടിയുടെ പേരാണ് സാഹിൽ. അപ്പോൾ സാഹിൽ ബേലയോട് പറയാണ്, എന്താ ബേല, നീ നോക്കൂ, ഈ ബീർ ബഹൂട്ടിയുടെ നിറം എന്താണ്, നിൻ്റെ റിബൺ പോലെ ചുമപ്പാണ് എന്ന് ആര് പറഞ്ഞു? സാഹിൽ പറഞ്ഞു. തുമ്നെ കുച്ച് സുനാ ബേല, എന്നിട്ട് വീണ്ടും സാഹിൽ ചോദിച്ചു, നീ എന്തെങ്കിലും കേട്ടോ ബേല? അപ്പോൾ ബേല എന്താ പറഞ്ഞ? ഹാ സുന പഹലി ടണ്ടി ലഗയി ഹേ, അതെ ഞാൻ കേട്ടു, ഫസ്റ്റ് ബെൽ അടിച്ച സൗണ്ട് ഞാൻ കേട്ടു. ലേക്കിൻ മുझे पेन में स्याही भी भरवानी है दुकान से. അപ്പോൾ എന്താ, ഈ സാഹിൽ പറയാണ്, എനിക്ക് എന്താണ്, പേനയിൽ മഷി നിറയ്ക്കണം. പണ്ടൊക്കെ കടകളിൽ ചെല്ലുമ്പോഴത്തേക്കും അവർ ഡ്രോപ്പറിൽ മഷി നിറച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇങ്ക് ബോട്ടിലൊന്നും കാണത്തില്ല വീട്ടിൽ. ഇത് പണ്ട് കാലത്ത് നടന്നൊരു കഥയാണ്. അപ്പോൾ അങ്ങനെ സാഹിൽ പറയാണ്, കടയിൽ പോയിട്ട്, സ്റ്റേഷനറി കടയിൽ പോയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, സ്യാഹി ഭി ഭർവാനി ഹെ, പേനയിൽ മഷി നിറയ്ക്കണം എന്ന് സാഹിൽ പറഞ്ഞു. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.